പുഷ്പ 2 കഴിഞ്ഞ ഡിസംബർ 5-നാണ് റിലീസ് ചെയ്തത്. ആഗോളതലത്തിൽ ചിത്രം വെറും 3 ദിവസം കൊണ്ട് 500 കോടിയാണ് നേടിയത്. ഏറ്റവും വേഗത്തിൽ ഈ നേട്ടം കൈവരിക്കുന്ന ഇന്ത്യൻ സിനിമയിൽ ഒന്നായിരിക്കുകയാണ് പുഷ്പ 2. എന്നാൽ സിനിമ റിലീസായത് മുതൽ പ്രേക്ഷകരുടെ ഇടയിൽ കാര്യമായ സംശയം നിലനിൽക്കുന്നുണ്ട്. 2023 ഏപ്രിൽ പുറത്തുവിട്ട ചിത്രത്തിന്റെ പ്രൊമോഷൻ വീഡിയോ വേർ ഈസ് പുഷ്പയിൽ കാണിച്ച ദൃശ്യങ്ങൾ എന്തുകൊണ്ട് ചിത്രത്തിൽ ഇല്ല എന്നായിരുന്നു ഈ സംശയം. അന്ന് അല്ലുവിന്റെ പിറന്നാൾ ദിനത്തിലാണ് ഈ വീഡിയോ പുറത്തു വന്നത്. തിരുപ്പതി ജയിലിൽ നിന്നും വെടിയേറ്റ മുറിവുകളുമായി രക്ഷപ്പെട്ട പുഷ്പ ഇപ്പോൾ ജീവനോടുകൂടെയുണ്ടോ എന്ന ആശങ്കയിലാണ് ജനം. ഇതിനിടെ വനമേഖലയിൽ വന്യജീവി നിരീക്ഷണത്തിനായി സ്ഥാപിക്കപ്പെട്ട ക്യാമറയിലെ ദൃശ്യങ്ങൾ ടെലിവിഷനിലൂടെ ജനം കാണുന്ന രീതിയിലായിരുന്നു അന്ന് പുറത്തെത്തിയ പ്രൊമോ വീഡിയോ. എന്നാൽ പുഷ്പ 2-വിൽ എവിടെയും ഈ സംഭവങ്ങൾ പരാമർശിച്ചത് പോലുമില്ല. ഈ രംഗങ്ങൾ എവിടെ പോയി എന്നതിൽ മറുപടി നൽകുകയാണ് ചിത്രത്തിന്റെ സംഭാഷണ രചയിതാവ് ശ്രീകാന്ത് വിസ്. ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലാണ് ശ്രീകാന്ത് ഇത് വ്യക്തമാക്കിയത്. പുഷ്പ 2 കഥ പിന്നീട് മാറ്റി എന്നടക്കമുള്ള വിമർശനങ്ങളെ ശ്രീകാന്ത് നിഷേധിക്കുന്നുണ്ട്. കഥ മാറിയിട്ടില്ല, പക്ഷേ കഥ ശരിക്കും വികസിച്ചു. ചിത്രത്തിന്റെ രസകരമായ ഭാഗം അന്ന് ഞങ്ങൾ പുറത്തുവിട്ടു. പിന്നീട് കഥ വികസിച്ചപ്പോൾ 3 മണിക്കൂറിനുള്ളിൽ അത് പറയാൻ വളരെ ബുദ്ധിമുട്ടായി. അതിനാൽ കഥയോട് നീതി പുലർത്താനാണ് ഞങ്ങൾ പുഷ്പ 3 സൃഷ്ടിച്ചു. നിങ്ങൾ വേർ ഈസ് പുഷ്പ വീഡിയോയിൽ കണ്ടതെല്ലാം പുഷ്പ 3 ദ റാംപേജിന്റെ ഭാഗമാണ്.